ഗിരിയേട്ടാ, പരോള് കിട്ടി പുറത്തിറങ്ങിയതാ ഞാൻ. സാധാരണ തടവ് പുള്ളികൾക്ക് പരോള് കിട്ടുമ്പോൾ അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ അവരുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും. പക്ഷേ എനിക്കറിയായിരുന്നു എന്നെ കാത്ത് ജയിലിന് പുറത്ത് ആരും ഉണ്ടാവില്ല എന്ന്. ദൂരെ എങ്ങോട്ടെങ്കിലും പോകാമെന്നാ ഞാൻ ആദ്യം കരുതിയ. പക്ഷെ അങ്ങനെ ഒളിച്ചു പോകുന്ന പോലെ എവിടെയെങ്കിലും ചെന്ന് താമസിച്ചാ എന്റെ നിരപരാധത്തെ ഞാൻ നിങ്ങളെ എങ്ങനെ അറിയിക്കും? അങ്ങനെ ഞാൻ തീരുമാനിച്ച് നിങ്ങൾ വന്ന് കണ്ടിട്ട് മതി എങ്ങോട്ടെങ്കിലും പോവാനെന്ന്. നീ എന്താ പറഞ്ഞ? നിരപരാധിന്നോ? വേണ്ട. അല്ല, അവൻ പറഞ്ഞു കേട്ടില്ലേ, നിരപരാധി പോലും. ഒരു പാവം പെങ്കൊച്ചിനെ കൊന്നിട്ട് അവൻ നിരപരാധി എന്ന്. എനിക്ക് ബന്ധുക്കളെന്ന് പറയാൻ ഈ ലോകത്ത് ഗിരിയേട്ടനും അപ്പച്ചിയും മാത്രമേ ഉള്ളൂ. ഓ, ഇപ്പതാ എടത്തി. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം. നീ ഒന്നും പറയണ്ട, കേട്ടെടുത്തോളൊക്കെ മതി. എന്തായാലും ഞങ്ങളെ കാണണമെന്ന് തോന്നി, കണ്ടു. ഇനി സ്ഥലം വിട്, പോളാ. ഇല്ലെങ്കിൽ നിന്നെ ചവിട്ടി കൂട്ടുവേ. ഗിരി, എനിക്ക് പറയാനുള്ളത് ഗിരിയേട്ടനോടും അപ്പച്ചോടും അല്ല, ഏട്ടത്തിയോടാ. ചില കാര്യങ്ങൾ ഏട്ടത്തി അറിയേണ്ടതുണ്ട്. ഏട്ടത്തിയുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ഒരാളെയാണല്ലോ ഞാൻ കൊന്നത്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് അറിയിക്കണം. നിനക്ക് എന്താണ് അറിയിക്കാനുള്ളത്? ഒക്കെ കോടതി പറഞ്ഞു കഴിഞ്ഞല്ലേ, ഞങ്ങൾക്ക് കേക്കണ്ട. എന്തായാലും പറയട്ടെ ഗിരി. എനിക്കത് അറിയിക്കണം ഗിരിയേട്ട. ഏട്ടത്തി പരോള് കഴിഞ്ഞ് തിരിച്ചു പോയാ മിക്കവാറും ജയിലിൽ തന്നെ ആയിരിക്കും എന്റെ അവസാനം. ഇനിയൊരു പരോൾ എനിക്കുണ്ടാവില്ല. കുറച്ചധികം അസുഖങ്ങളുണ്ട്. ജയിലിലെ മർദ്ദനത്തിനിടയ്ക്ക് ഒരു ഭാര്യയിൽ ഫ്രാക്ചറായി. പലപ്പോഴും ശ്വാസം എടുക്കാനും ബുദ്ധിമുട്ടാണ്. എന്റെ അവസാനം അടുത്തു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നിങ്ങളോടൊക്കെ ചില കാര്യം പറയണമെന്നുണ്ട്. അതിനാ ഞാനിങ്ങോട്ട് വന്നത്. ഇനി ചിലപ്പം നിങ്ങളെ ആരെയും കാണാൻ പറ്റിയെന്ന് വരില്ല.